നമസ്കാരം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വാർത്തയുമായാണ് ഞങ്ങൾ എത്തുന്നത്. രണ്ട് വ്യക്തികൾ നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത്. തികച്ചും വ്യത്യസ്തമായി ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന വോട്ട് ചോരി ആരോപണങ്ങൾക്കുള്ള അടിസ്ഥാനം എന്താണ് എന്ന് ഈ വാർത്തയിലൂടെ നമുക്ക് വ്യക്തമാകും. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. റിപ്പബ്ലിക്കൻ ടിവിയുടെ അർണബ് ഗോസ്വാമിയും രാഹുൽ ഗാന്ധി ആരുടെ വാക്കുകളാണോ ഉദ്ധരിച്ചത് ആ വാക്കുകൾ എഴുതിയ അല്ലെങ്കിൽ പബ്ലിക് മീഡിയയിൽ പറഞ്ഞ വ്യക്തിയും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്നലെ പുറത്തുവിട്ടത്. അദ്ദേഹം സഞ്ജയ് കുമാർ എന്ന ലോക്നിധി CSDS കോ ഡയറക്ടറുമായ വ്യക്തിയുമായാണ് അർണബ് ഗോസ്വാമി ഇന്റർവ്യൂ നടത്തിയത്. ആ ഇന്റർവ്യൂവിൽ ഉടനീളം അർണബിന്റെ ചോദ്യങ്ങൾക്ക് സഞ്ജയ് കുമാർ കൃത്യമായി ഉത്തരം പറയാൻ വിഷമിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം മഹാരാഷ്ട്രയിൽ വോട്ട് ചോരി നടന്നു എന്ന ഒരു ആരോപണം നടത്തുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത് റിലീസ് ചെയ്യുകയും ശക്തമായ ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇതെടുത്ത് വലിയ രീതിയിലുള്ള വോട്ട് വർധന അടുത്ത ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്, അസംബ്ലിയും പാർലമെന്റും തമ്മിലുള്ള വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തുടനീളം വോട്ട് ചോരി നടക്കുന്നുവെന്ന ആരോപണങ്ങളുമായി ഇപ്പോൾ ബീഹാറിൽ നിന്നും തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് അർണബ് ഗോസ്വാമി നടത്തിയത്. അർണബ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ. സഞ്ജയ് കുമാർ പലപ്പോഴും അർണബിനോട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാം. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ മഹാരാഷ്ട്ര ഇലക്ഷൻ വിലയിരുത്തലുകളാണ് കോൺഗ്രസ് വോട്ട് ചോരി എന്ന വൻ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജയ് കുമാർ ഓപ്പണായിട്ട് മാപ്പ് പറയുക, തുറന്ന മാപ്പാണ്. അദ്ദേഹം ട്വിറ്ററിൽ എക്സ് ഹാൻഡിലും അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. തന്റെ വിശകലനങ്ങൾ തെറ്റാണ് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ താൻ മാപ്പ് പറയുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു വലിയ ആരോപണമാണ് ഈ സഞ്ജയ് കുമാർ എന്ന വ്യക്തി ഉന്നയിച്ചിരിക്കുന്നത്. എനിക്ക് വിശകലനങ്ങളിൽ തെറ്റുപറ്റിയതാണ്, അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. സഞ്ജയ് കുമാറിന്റെ വാക്കുകളാണ്. വലിയൊരു വിവാദം ഉണ്ടാക്കി വിടുന്നു, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 10-15 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിയതാണ്. അപ്പോഴേക്കും ഇന്ത്യയിൽ ഡാമേജ് വരുത്തി കഴിഞ്ഞു അദ്ദേഹം. അടുത്ത ചോദ്യം അർണബ് ചോദിക്കുന്നു, അപ്പോൾ കോൺഗ്രസിന്റെ ആരോപണങ്ങളും താങ്കളുടെ ആരോപണങ്ങളും അടിസ്ഥാനപരമായി തെറ്റല്ലേ? അതിന്റെ ഉത്തരം സഞ്ജയ് കുമാർ പറയുന്നത്, എന്റെ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് എങ്കിൽ അത് തെറ്റാണ്. അല്ല, മറ്റേതെങ്കിലും ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് എനിക്ക് കമന്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സഞ്ജയ് കുമാറിന്റെ വാദങ്ങളും ഇല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പല ഡോക്യുമെന്റുകളും രാഹുൽ ഗാന്ധി എടുത്തുപയോഗിച്ചു എന്നുള്ളത് ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. എന്നാൽ വീണ്ടും ചോദിക്കുന്നു, താങ്കൾ വലിയ ആരോപണമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. താങ്കളുടെ സ്ഥാപനം വിദേശ സഹായങ്ങൾ സ്വീകരിക്കാറുണ്ടോ? ഈ ചോദ്യം ഒരു പ്രസക്തമായ രീതിയിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രാധാന്യം എവിടെ കൈവരിക്കുന്നു? ഈ വ്യക്തിയുടെ, സഞ്ജയ് കുമാർ എന്ന വ്യക്തിയുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് അർണബ് ചോദ്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകന്റെ ശക്തമായ ഒരു ആവിഷ്കാരം ഇവിടെയാണ് വരുന്നത്. അദ്ദേഹം ഓരോ ചോദ്യങ്ങളും ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ചോദ്യം വളരെ പ്രധാനമാണ്. താങ്കൾ വലിയ ഒരു ആരോപണമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. താങ്കളുടെ സ്ഥാപനം വിദേശ സഹായം സ്വീകരിക്കാറുണ്ടോ? സഞ്ജയ് കുമാർ ഉത്തരമില്ലാതിരിക്കുന്നു. അർണബ് തുടരുന്നു, ഓരോ വിദേശ സഹായങ്ങൾ കൊടുക്കുന്ന പ്രസ്താവനകളെയും സംഘടനകളെയും അർണബ് എണ്ണമിട്ട് പറയുകയാണ്. ഒന്ന്, ഫോർഡ് ഫൗണ്ടേഷൻ. സഞ്ജയ് കുമാർ, യെസ്, വളരെ നാളുകൾക്ക് മുമ്പ്. ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഫോർഡ് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് വളരെ നാളുകളായി. അപ്പോൾ ഫോർഡ് ഫൗണ്ടേഷൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഫോർഡ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നിർത്തിയത് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കുവാനും മതപരിവർത്തനം നടത്തുവാനുമുള്ള വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഫോർഡ് ഫൗണ്ടേഷൻ. കേൾക്കുമ്പോൾ ഫോർഡ് ഫൗണ്ടേഷൻ വലിയ ഒരു സംഘടനയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ആഗോളതലത്തിൽ അവരുടെ ഉദ്ദേശം ഇല്ലെങ്കിൽ ഇന്റൻഷൻ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അദ്ദേഹം സഞ്ജയ് കുമാർ പറയും, യെസ്, വളരെ നാളുകൾക്ക് മുമ്പ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും താങ്കൾ സഹായം സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല എന്ന ഉത്തരമാണ് സഞ്ജയ് കുമാർ പറയുന്നത്. അടുത്ത ചോദ്യം, ITRC കാനഡ, ഗേറ്റ്സ് ഫൗണ്ടേഷൻ, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് റിസർച്ച് സെന്റർ,
സഞ്ജയ് കുമാർ, ഞങ്ങൾക്ക് പ്രൊജക്ട് ഫണ്ടിങ് കിട്ടാറുണ്ട്. അർണാബിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ ജാതിയെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്താറുണ്ട് അല്ലേ? സഞ്ജയ് കുമാർ, ജാതി ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. നോക്കൂ, അടുത്ത ചോദ്യമാണ് അർണാബിന്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഫോറിൻ ഫണ്ടിങ്ങിനെ കുറിച്ച് അർണാബ് പറഞ്ഞെങ്കിലും അടുത്ത ചോദ്യമാണ് അർണാബ് സഞ്ജയ് കുമാറിനെ വെട്ടിലാക്കുന്നത്. ആ വിലയിരുത്തൽ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമേയുള്ളൂ? അർണാബിന്റെ ചോദ്യമാണ്. സഞ്ജയ് കുമാർ പറയുന്നു, അല്ല, എല്ലായിടത്തുമുണ്ട്. അർണാബ് ഉത്തരം പറയുന്നത്, മുസ്ലിം മതത്തിൽ നടത്തിയോ? ഒരു വാണിംഗ് കൂടി അർണാബ് ഈ സമയത്ത് സഞ്ജയ് കുമാറിന് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നിങ്ങളുടെ രേഖകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതോർത്തുകൊണ്ട് ഉത്തരം പറയുക. സഞ്ജയ് കുമാർ പറയുന്നു, നടത്താറില്ല. അവിടെ പൂർണ്ണമായും സഞ്ജയ് കുമാർ എന്ന വ്യക്തി പെട്ടുപോയിരിക്കുകയാണ്. മുസ്ലിം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഇടയിൽ മാത്രമേ ഞങ്ങൾ പഠനം നടത്തുവാറുള്ളൂ, മറ്റ് മതവിഭാഗങ്ങളുടെ ഇടയിൽ പഠനം നടത്തുവാറില്ല. അദ്ദേഹം പറയുന്നത് ഇലക്ഷന്റെ രീതിയാണ് ജാതി പ്രധാനപ്പെട്ട ഘടകമാണ്. ജാതി ആർക്കാണ് പ്രധാനപ്പെട്ട ഘടകം? ഏത് മതത്തിലാണ് ജാതി പ്രധാനപ്പെട്ട ഘടകം? എങ്ങനെയാണ് ജാതിയെ വെച്ച് കളിക്കേണ്ടത് എന്ന് ഞങ്ങൾ പഠനം നടത്താറുണ്ട് എന്നാണ് സഞ്ജയ് കുമാർ ഏകദേശം പറഞ്ഞു വയ്ക്കുന്നത്. അർണാബിന്റെ ചോദ്യവും സഞ്ജയ് കുമാറിനെ കൊണ്ട് അത് പറയിക്കൽ തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനെയും. അപ്പോൾ അർണാബ് വേറെ ചോദ്യം കൂടി ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ രീതിയും ഏതാണ്ട് കോൺഗ്രസിന്റെ നിലപാടിനോട് ഒപ്പം തന്നെയാണല്ലേ? നിങ്ങൾ കോൺഗ്രസിന് ഒപ്പം നിന്നുകൊണ്ട് നറേറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞു. അദ്ദേഹം ഈ സെഫോളജിസ്റ്റ് എന്ന് വിളിക്കുന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധരെ അദ്ദേഹം ആസാമിലേക്ക് വിളിക്കും. താങ്കൾ എന്റെ ജില്ലയിലേക്ക് വരും. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് താങ്കൾ ഒരു പഠനം നടത്തുന്നില്ല? താങ്കൾ സെഫോളജിസ്റ്റ് അല്ലേ, തിരഞ്ഞെടുപ്പ് വിദഗ്ധനല്ലേ? എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠനം നടത്തുന്നില്ല? എന്തുകൊണ്ടൊരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പഠനം നടത്തുന്നു? അടുത്ത ചോദ്യവും അർണാബ് മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനൊന്നും അദ്ദേഹത്തിന് യാതൊരുവിധ ഉത്തരവുമില്ല. ഒരു ഉത്തരവുമില്ലാതെ അദ്ദേഹം ക്യാമറയിൽ നോക്കിയിരിക്കുകയാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഞ്ജയ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ വോട്ട് സ്റ്റോറി എന്ന വൻ വിവാദം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി കൂടിയായ ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യൻ സർക്കാരിനെ, ഇലക്ഷൻ കമ്മീഷനെ, ഇന്ത്യയിലുള്ള സകല സ്ഥാപനങ്ങളെയും അടച്ച് ആക്ഷേപിക്കുവാനും ഇത്തരത്തിലുള്ള കള്ള ആരോപണങ്ങൾ കൊണ്ട് അതിനെ ഇല്ലാതെയാക്കുവാനും ശ്രമിക്കുന്ന ഒരു പരിപാടിയിലൂടെയാണ് ഇന്ന് ഇവർ പോയിരിക്കുന്നത്. അത് സഞ്ജയ് കുമാറിന്റെ ശക്തമായ ഒരു പിൻബലവും കൂടി, അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റിന്റെ പിൻബലവും കൂടി ഇതിന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമാണ്. ഇതിന്റെ പ്രകാരം നെറേറ്റീവുകൾ ഉണ്ടാക്കുകയും അത് കൊടുത്തുകൊണ്ട് രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വിഭാഗീയത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പോയിരിക്കുന്നത്. ബീഹാറിൽ തന്നെ നമുക്കറിയാം, ബീഹാറിൽ തന്നെ വലിയ റാലികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ ഈ ഇത്തരത്തിലുള്ള മാഫിയകളുടെ ഇന്ത്യയുടെ രീതി, ഇന്ത്യയുടെ സ്ഥിതി, ഇന്ത്യ ഇപ്പോൾ പോകുന്ന നിലയിലുള്ള രീതികളെല്ലാം തന്നെ തെറ്റാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ലോകത്താകമാനം ഇന്ത്യക്കെതിരെ വലിയ ഒരു അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ വയ്ക്കുന്നത്. സഞ്ജയ് കുമാറിനെ പോലെയുള്ള നിരവധി പേർ ഈ ഉദ്യമത്തിൽ അറിഞ്ഞോ അറിയാതെയോ, ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ സഞ്ജയ് കുമാറിനോടുള്ള ഇന്റർവ്യൂ, അർണബ് ഗോസ്വാമിയുടെ ഇന്റർവ്യൂ വളരെ പ്രസക്തമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വളരെ ശ്ലാഘനീയമായ ഒരു ഇന്റർവ്യൂ ആണ്. ഇത് കോൺഗ്രസിന്റെ യാഥാർത്ഥ്യ സ്വഭാവത്തെ തുറന്നു കാണിക്കുകയാണ്. എന്തിനാണ് കോൺഗ്രസ് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്, കള്ളത്തരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, നെറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ റെക്കോർഡാണ് ഇത്. ആരുടെ ഇടയിലാണ് കോൺഗ്രസ് ജാതി വിവേചനത്തിനുള്ള പഠനം നടത്തുന്നത്? അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പഠനങ്ങൾ ചെയ്യുവാൻ പുറത്തു നിന്നും ഫണ്ട് കിട്ടുന്നുണ്ടോ? ഉണ്ട്, കൃത്യമായി പറയുന്നു. ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. എന്തിനാണ് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്നത്? എന്ത് പഠനമാണ് ഇവർ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മുഴുവൻ തുറന്നു കാട്ടാതെ ഒരു മതവിഭാഗത്തിന്റെ ജാതി വ്യവസ്ഥയെ മാത്രം തുറന്നു കാട്ടുന്നത്, ഇല്ലെങ്കിൽ എഴുതുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്? ആ ജാതി വ്യവസ്ഥയുടെ ഇല്ലെങ്കിൽ ജാതി രീതി, അതിന്റെ ഡോക്യുമെന്റ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? സ്വാഭാവികമായി ഇന്ത്യയെ ജാതിപരമായി വീണ്ടും വിഘടിപ്പിച്ചു നിർത്തുവാനായിട്ട് ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ഈ ഇന്റർവ്യൂവിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഇന്റർവ്യൂ.
തീർച്ചയായും ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ നൽകുന്നതാണ്. ഇത് നിങ്ങൾ എല്ലാവരും കാണുകയും ഈ അർണബ് ഗോസ്വാമി ഇദ്ദേഹത്തിനെ എക്സ്പോസ് ചെയ്ത രീതി, അതാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കേട്ടാൽ സർക്കാരിനെതിരെ ചാടി വീഴുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ല നടത്തേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഞങ്ങൾ ഈ പ്രത്യേക ന്യൂസ് ഇട്ടത്. മറ്റൊരു ചാനലിന്റെ ന്യൂസ് ആയിക്കൊണ്ട് തന്നെ, റിപ്പബ്ലിക്കിന്റെ ന്യൂസ് ആണെങ്കിൽ തന്നെയും ഇത് വളരെ പ്രസക്തമാണ്. ഇതിന്റെ രാജ്യത്ത് നടക്കുന്ന നെറേറ്റീവ് ബിൽഡിങ്ങുകളും രാജ്യത്ത് നടക്കുന്ന തട്ടിപ്പുകളും കള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഈ ന്യൂസ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. താങ്ക് യു.